+2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ നിരവധി സ്റ്റുഡൻസ് ആണ് ഹെൽത്ത് കെയർ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നത്. ഒരുപാട് ഹെൽത്ത് കെയർ കോഴ്സസ് ഇന്ന് അവൈലബിൾ ആണെങ്കിലും കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹെൽത്ത് കെയർ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് GEC. എന്നാൽ ഹെൽത്ത് കെയർ കോഴ്സസ് മാത്രമല്ല ഇവിടെ ഉള്ളത്. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ് മാനേജ്മെൻറ്റ്, ഒരുപാട് കോഴ്സസ് ഇവിടെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ GEC ക്യാമ്പസിലാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. GEC തൃശ്ശൂർ ക്യാമ്പസിലെ സെൻട്രൽ ഹെഡിനെയാണ് നമ്മളിപ്പോൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ 15 years എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമ്മുടെ ലൂയിസ മാം. നമുക്ക് ലൂയിസ മാമിനോട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാം അല്ലേ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിൽ ബേസിക്കലി കരിയർ ഓറിയൻറ്റഡ് കോഴ്സസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യണത്. ഇപ്പോൾ സ്റ്റുഡൻസിന് ഇപ്പോൾ ബേസിക്കലി ഇറങ്ങിയ ഉടനെ തന്നെ ജോലി കിട്ടണം, അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടുന്ന ഏത് കോഴ്സാണെന്നൊക്കെയാണ് അവർ അന്വേഷണം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം നമ്മൾ 6 months കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിവിടുന്ന് പ്ലേസ്മെൻറ്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 100% പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കഴിയുന്ന ഓരോ സ്റ്റുഡൻസിനും അവരുടെ കാലിബർ അനുസരിച്ച് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഇൻ്റർവ്യൂവിന് വിടും. പിന്നെ അവർ അതിന്ന് കയറിപ്പോണത് അവരുടെ ആ ഒരു സ്മാർട്ട്നെസ്സും അവരുടെ ആ ഒരു നോളജും അനുസരിച്ചിട്ടാണ് അത് കയറിപ്പോണ്ടാവുക. എൻ്റെ പേര് ഗോപിക എന്നാണ്. ഞാൻ GEC തൃശ്ശൂരാണ് പഠിക്കുന്നത്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു അംബീഷനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 6 month ഡിപ്ലോമ കോഴ്സ് GECയിൽ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം എൻ്റെ 6 month ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് ദയ ഹോസ്പിറ്റൽ, തൃശ്ശൂർ തന്നെയുള്ള ദയ ഹോസ്പിറ്റലിൽ ഇൻറ്റേൺഷിപ്പിന് ഇന്ന് ഞാനിപ്പോൾ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് GECയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ കോഴ്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ PG ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്. ഡിപ്ലോമ കോഴ്സ് നമ്മുടെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, അത് 6 months കോഴ്സാണ്. അതിപ്പോൾ ആ ഒരു കോഴ്സ് കഴിഞ്ഞുകൊണ്ടാൽ ഇത് നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പിന് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പ്ലേസ്മെൻറ്റിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ PG ഡിപ്ലോമ ഉണ്ട്. നമുക്ക് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് PG ഡിപ്ലോമ 1 year കോഴ്സ്. അതുപോലെ തന്നെ നമുക്ക് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. പിന്നെ അടുത്തൊരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സ്. അതും ഇതുപോലെ തന്നെ ഹോസ്പിറ്റൽ മേഖലയിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കോഴ്സാണ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ തുറന്നു വരികയാണ്. നമുക്ക് ഹോസ്പിറ്റൽ മേഖലയിൽ വർക്ക് ചെയ്യേണ്ട ആൾക്കാർക്ക് അങ്ങോട്ടുള്ള ഓപ്ഷനിലേക്ക് തിരഞ്ഞെടുക്കാം. ഇനി അവർക്കൊരു കരിയർ സ്വിച്ച് വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ബിസിനസ് കമ്പനീസിലോ ഓർഗനൈസേഷൻസിലോ ഒക്കെ അവർക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയും ചെയ്യാം. GECനെ വെച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതുപോലെ ഇവിടുത്തെ ടീച്ചിങ്സ് നോക്കുകയാണെങ്കിൽ ടീച്ചർമാരൊക്കെ ഒരുപാട് നല്ല ഫ്രണ്ട്ലി ക്യാരക്ടേഴ്സ്, കാര്യങ്ങൾ നമുക്ക് ടീച്ചർ സ്റ്റുഡൻസ് എന്നൊരു അതിലുപരി ഫ്രണ്ട്സ് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ടായിരുന്നു. ഒരു ഹോസ്പിറ്റൽ ഫീൽഡിലേക്ക് നമുക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, നമുക്ക് അതിൻ്റെ ടേംസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളും എന്തൊക്കെ വേണമെന്നുള്ളത് നമുക്ക് അവരിൽ നിന്ന് കൂടുതലും ഇൻഫർമേഷൻസ് വഴി നമുക്ക് അറിയാൻ പറ്റി. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ഹോസ്പിറ്റലിലേക്ക് ഇനി ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ ഞാൻ നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സിൻ്റെ ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് പലർക്കും അറിയുന്ന പോലെ ഈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസ് ഇസ് ഫൗണ്ടഡ് ബൈ ഡോക്ടേഴ്സാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ്. അപ്പോൾ ബേസിക്കലി നമുക്ക് ഈ ഹെൽത്ത് കെയർ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഓരോ ആൾക്കും എന്താണ് എക്സാക്ട് റിക്വയർമെൻറ്റ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ കരിക്കുലം സെറ്റ് ചെയ്തിട്ടുള്ളത്. ക്ഷേണത്തിൽ അമർത്തിയാൽ നമ്മൾ ഹാർട്ടിനെ കംപ്രസ് ചെയ്യാൻ പറ്റും. സോ അത് തന്നെ അമർത്തും, നമ്മൾ മുകളിലല്ല ഇവിടെ താഴ്ഭാഗത്താണ് അമർത്തേണ്ടത്. എസ്പെഷ്യലി മെയിൽസിലാണ് നിപ്പിളിൻ്റെ അതേ ലെവലിൽ ചെയ്യാം. ജനിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ പലതരത്തിലുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടാവും. ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, നേരത്തെ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഫീഡിങ് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അങ്ങനെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ട്രീറ്റ് ചെയ്യുന്നതൊരു ആക്ച്വലി നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നതും നിങ്ങൾക്ക് പല ക്ലാസ്സുകൾ എടുക്കുന്നതും എല്ലാം ഡോക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ മേഖലയിൽ ജോലി ചെയ്യാൻ പോകുമ്പോഴോ നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് നിൽക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ IT ലാബ്.
അപ്പോൾ നമ്മളിവിടെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കോഴ്സിനാണ് ജോയിൻ ചെയ്തതെങ്കിലും നിങ്ങൾക്ക് മെയിൻ സബ്ജക്ട്സ് കൂടാതെ നിങ്ങൾക്ക് ഒരുപാട് ആഡ് ഓൺ കാര്യങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വലായിട്ട് അവർക്ക് ബേസിക് ആയിട്ട് ഒരു ഹോസ്പിറ്റലിലോ ഒരു ഓർഗനൈസേഷനിലോ വർക്ക് ചെയ്യേണ്ടതായ എല്ലാ IT സ്കിൽസും നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, എന്താ പറയുക, ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ്, അതിന് വേണ്ടുന്ന ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യിക്കൽ, അതുപോലെ തന്നെ മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യിപ്പിക്കൽ, അങ്ങനെ അതുകൂടാതെ ചെറിയ ചെറിയ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ബേസിക് നോളജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ അക്കൗണ്ടിങ് ആണെങ്കിലും ഒരു ഓഫീസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്കിൽസ് വേണോ അതെല്ലാം ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്തിട്ടാണ് നിങ്ങളെ ഇവിടുന്ന് നമ്മൾ വിടുന്നത്. എൻ്റെ പേര് ജസീൽ എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടൊരു നല്ല ജോലി നിരക്ക് ഞാൻ കുറേ അന്വേഷിച്ചത് PSCക്കാണ് ചേർന്നത്. എന്നിട്ട് കുറേ നടന്നിട്ടും എനിക്ക് ജോലിയൊന്നും സെറ്റായില്ല. അവസാനം പിന്നെ ഞാൻ യൂട്യൂബിൽ കുറേ അന്വേഷിച്ചപ്പോഴാണ് ഈ GEC എന്നുള്ള സ്ഥാപനത്തിനെ വെച്ചിട്ട് അറിയുന്നത്. അങ്ങനെ ഒരുപാട് അന്വേഷിച്ചതിന് ശേഷം അത്യാവശ്യം നല്ലതാണെന്ന് തോന്നിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മളൊരു ജോലി അന്വേഷിക്കുന്നത് ഏതൊരാൾക്കും ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് GEC ആണ്, ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസാണ്. എനിക്ക് ഒരുപാട് വർഷത്തെ ഗ്യാപ്പ് വന്ന ശേഷമാണ് ഞാൻ ഈ കോഴ്സിലേക്ക് വരുന്നത്. കുറേ കാലം ഇങ്ങനെ ഒന്നും ചെയ്യാണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും ചെയ്യാന്നുള്ള, ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറെ കോഴ്സുകൾ ചെയ്ത ആളാണ്. പക്ഷേ നമുക്ക് ഈ ഗ്യാപ്പ് വന്നപ്പോൾ അത് ഫില്ല് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം എവിടെ ചെല്ലുമ്പോഴും എക്സ്പീരിയൻസ് എന്നുള്ളൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ പിന്നെ ഫ്രഷേഴ്സ് ആയിരിക്കണം. ഇത് രണ്ടും ഇല്ലാത്ത കാരണം ഇങ്ങനെ വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനൊരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. വീട്ടിൽ നിന്നും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ പിന്നെ ഇതിലേക്ക് ചെയ്യാം എന്നുള്ളതിൽ എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ഞാനിവിടെ GECയിൽ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഒരു ജോലി എന്നുള്ളതിനെ അപേക്ഷിച്ച് നമുക്ക് ഇതിന്ന് അഡ്വാൻസ് ലെവലിലേക്ക് പോവാന്നുള്ളൊരു ചിന്ത കൂടി വന്നത് ഇവിടെ വന്ന ശേഷമാണ്. ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ആണ്. അപ്പോൾ അതിലെനിക്ക് വളരെയധികം GECയോട് കടപ്പാടുണ്ട്. നമ്മുടെ ക്യാമ്പസിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മുടെ ലൊക്കേഷനാണ്. നമ്മുടെ GEC ക്യാമ്പസ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് കറക്റ്റ് ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ, തൃശ്ശൂരിലെ ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷനിലാണ്. അത് പ്രൈം ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല, ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ ഷോപ്പിംഗ് മോൾസ്, അതുപോലെ തന്നെ കുറേ ഫുഡ് ഹബ്സ്. അപ്പോൾ നിങ്ങൾക്ക് പഠിത്തം മാത്രമല്ല എൻ്റർടൈൻമെൻറ്റ് എല്ലാ ഓപ്ഷൻസും അവിടെ അവൈലബിൾ ആണ്.